ഈ ഡോളിനെ നമ്മൾ ചെയ്തെടുത്തത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ചെറിയൊരു ബോട്ടിലും ക്ലോത്തുകളുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ ഒരു ക്ലോത്തിൽ നിന്നും വലിയൊരു റൗണ്ട് പീസും ചെറിയ 2 റൗണ്ട് പീസുകളും വരച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളത് വരച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റൗണ്ട് പീസിന്റെ ചുറ്റുമായിട്ട് ഇതുപോലെ ഒന്ന് തുന്നിയെടുക്കണം. ഇതിനകത്തേക്ക് നമ്മൾ വേസ്റ്റ് കോട്ടൺ നിറച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ 2 റൗണ്ട് പീസുകളും നമുക്ക് ചെയ്തെടുക്കണം. നമ്മളിത് ചെയ്തെടുക്കുന്ന ഡീറ്റെയിൽഡ് വീഡിയോ ലിങ്ക് സ്ക്രീനിന് താഴെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മളത് 3ഉം ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിൽ നിന്ന് വലിയൊരു റൗണ്ട് പീസ് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള റൗണ്ട് പീസ് നെറ്റിന്റെ പീസിലേക്ക് വെച്ച് വീണ്ടും ഒരു റൗണ്ട് പീസും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ചെറിയ അടപ്പുകൾ വെച്ചും വരച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള 2 പീസും കൂടെ ചേർത്ത് നടുക്കായിട്ടൊന്ന് തുന്നിക്കൊടുത്തു. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ഈ വലിയ റൗണ്ട് പീസുകൾ ബോട്ടിലേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. ചെറിയ റൗണ്ട് പീസുകൾ നമുക്ക് ഇതിലേക്കാണ് ഒട്ടിച്ചെടുക്കേണ്ടത്. ഇനി നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന ഇത് ബോട്ടിലിന്റെ ഇവിടെയായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഇത് രണ്ടും നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി നമ്മളൊരു കുഞ്ഞു ബോ ഷേപ്പ് ഉണ്ടാക്കി അതിന്റെ ഉടുപ്പിൽ ഒട്ടിച്ചെടുത്തു. ഇനി നമുക്കതിന്റെ മുടി ചെയ്തെടുക്കണം. അത് നമ്മൾ ബ്ലാക്ക് കളർ വൂളൻ ത്രെഡ് വെച്ചാണ് ചെയ്തെടുക്കുന്നത്. നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന മുടി ഇതുപോലെ ഒട്ടിച്ചെടുത്തു. ഇവിടെ നമ്മൾ ചെറുതായിട്ട് മുടിയൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. നമ്മളതിലേക്ക് വെച്ചു കൊടുത്തിട്ടുള്ള ബോ ഷേപ്പിന്റെ നടുക്കായിട്ട് ഒരു മുത്ത് ഒട്ടിച്ചെടുത്തു. കണ്ണുകൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഡോളിന്റെ വായ ഈ ഒരു പേപ്പറിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത് ഒട്ടിച്ചെടുക്കണം. ഇതുപോലെ നമ്മളത് ഒട്ടിച്ചെടുത്തു. ഇനി നമ്മൾ പേന വെച്ച് മൂക്കും കൺപീലികളൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. സ്കെച്ച് പേന വെച്ച് കവിളിലും ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഡോളിന്റെ മുടിയിലും നമ്മൾ ബോ ഷേപ്പ് ഉണ്ടാക്കി ഒട്ടിച്ചെടുത്തു. ഈ ഒരു പീസ് നമ്മൾ ഇവിടെയായിട്ട് ഒട്ടിച്ചു കൊടുത്തു. ഇപ്പൊ നമ്മൾ ബോട്ടിലും ക്ലോത്തും വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.